നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. വാഫി പ്രശ്നം. ഈ വാഫി പ്രശ്നം ഉണ്ടായിരുന്ന ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനോട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്ന്, ആദർശ് അംസക്കുട്ടി ഹക്കീം ഫൈസി അവരെ ഈ രംഗത്ത് നിന്നൊക്കെ ഒഴിച്ചു സമസ്തനോട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെന്ന് ചോദിച്ചു. വാഫിൻ്റെ നേതൃത്വത്തിൽ അയാളുണ്ടാവുകയോ അല്ലെങ്കിൽ അതിൽ അദ്ദേഹം ഭാഗവെക്കാവുകയോ ചെയ്താൽ അതുമായിട്ട് ആ സംവിധാനമായിട്ട് നമ്മൾ ആ സംവിധാനമായിട്ട് സഹകരിക്കില്ല എന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം. ഇത് സമസ്തയിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ പറയണതല്ല, ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനമാണത്. എന്നാലും അവരെ നമ്മളെ കുട്ടികൾ എന്നുള്ള നിലക്ക് അവരോട് ചർച്ചകൾ നടത്തല്ല. അവരെ സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ ചില സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന് നേതാക്കന്മാരും ബഹുമാനപ്പെട്ട തങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാട്ടി സാഹിബ് അടക്കമുള്ളവർ കൂടി നമ്മളൊരു തീരുമാനമെടുത്തു. ഉസ്താദന്മാരെല്ലാം കൂടിയിട്ട് ഇന്നെ ഉപാധികൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വെക്കണ ഈ ഉപാധികൾ ഇത് മുഴുവൻ അംഗീകരിക്കാൻ തയ്യാറാണോ? എന്നാൽ അവരേറ്റ് നമ്മൾ യോജിച്ചു പോകാൻ തയ്യാറാണെന്നാണ്. അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ അവ്യക്തമാക്കി കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് ചിലവർ പറയാം. സമസ്ത ആവശ്യത്തിനൊക്കെ തീരുമാനിച്ചിരിക്കണത്. പിന്നെ എല്ലാ തീരുമാനങ്ങളും അങ്ങനെ തന്നെയാണ്. എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചു. ആർക്കും ഒരു നിലക്കുള്ള എന്തെങ്കിലും ഒരു പോറൽ ഏൽപ്പിക്കാത്ത നിലക്ക്, പോറൽ ഏൽപ്പിക്കൂല എന്നല്ല പറഞ്ഞത്, ഏൽപ്പിക്കേണ്ടി ഒന്നും ഏൽപ്പിക്കും, അത് വേറെ സംഗതി. പക്ഷേ അന്നൽക്ക് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യൽ.